അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അംറു ബിൽ മഅറൂഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാഠങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് 120-ാം പേജിലെ അടുത്ത ഫസ്ലാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇനി എടുക്കാനുള്ളത് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഫസ്ലൻ ഇനി പറയാൻ പോണത് സാധാരണഗതിയിൽ നമുക്കിടയിലൊക്കെ നടക്കുന്ന കുറേ ശരിയാണെന്ന് ധരിച്ചു വെച്ച കുറേ തെറ്റുകളുണ്ടാവും. അത്തരം തെറ്റുകളും ഇൻകാർ ചെയ്യണം, അതിനെയും നമ്മൾ തിരുത്തണം. അതാണ് പറയാൻ പോണത്. ആളുകളൊക്കെ നന്മയാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടാവുക, തെറ്റില്ല. പക്ഷേ കാരണം വ്യാപകമായി സർവാംഗീകൃതമായി നടക്കുന്ന കാര്യങ്ങളായിരിക്കും. അത്തരം കുറച്ച് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ നാട്ടിലെമ്പാടും അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഫിൽ മുങ്കറാത്തിൽ മഅലൂഫത്തി ഫിൽ ആദാത്തി, സാധാരണഗതിയിൽ മനുഷ്യന്മാർക്ക് പരിചയമുള്ള കുറേ തെറ്റുകൾ. ഉദാഹരണം ഫഹുവ കമൻ യൻഹരിഫു അനിൽ ഖിബലത്തി, ഖിബലയിൽ നിന്ന് തെറ്റി നിൽക്കുന്നവനെ പോലെ. ഇപ്പോൾ നിസ്കാരത്തിൽ എന്ത് ചെയ്യുക, ഖിബലയെന്ന് മാറുക. അപ്പോൾ നമ്മളിങ്ങനെ നിസ്കരിക്കുമ്പോൾ ചിലവിലാണ് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തേക്ക് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ തിരിയുമ്പോൾ അവൻ്റെ നെഞ്ച് ഖിബലയെന്ന് മാറുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യൂലാരും. അപ്പോൾ നിൽക്കണ ഇപ്പോൾ ഇങ്ങനെ കാലൊക്കെ ഖിബലക്ക് നേരേക്കാലോ, അതാലോചിച്ചിട്ടൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് നടക്കും. അല്ലെങ്കിൽ ഒരാ യത്തുമ ഇന്നു ഫി റുക്കോഹി വ സുജൂദിഹി ഫി സ്വലാത്തിഹി, നിസ്കാരത്തിൻ്റെ റുക്കോവിനും സുജൂദിനും ഒന്നും അടങ്ങി താമസിക്കൂല. എത്ര പെട്ടെന്നാണ് നമ്മളൊക്കെ ചിലപ്പോൾ നിസ്കരിക്കുക. റുക്കു കണു പോകും കണ്ടു, അതേമാതിരി ഇങ്ങോട്ടും മണ്ടു, ഒരൊറ്റ പോക്ക് സുജൂദിക്ക് തുമനീനത്തുണ്ടാവില്ല. തുമനീനത്ത് പറഞ്ഞാൽ അടങ്ങി താമസിക്കുക. നമ്മൾ ഒരു റുക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അനക്കം അടങ്ങണം. ഒന്ന് അടങ്ങിയിട്ടായിരിക്കണം അടുത്ത അനക്കം വരേണ്ടത്. അങ്ങനെ അല്ലാതെ നിസ്കരിക്കുന്ന ആൾക്കാർ എത്ര കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അതൊക്കെ സർവാംഗീകൃതമായി ആക്കാൻ പറ്റുന്നതാണെന്ന് തീരുമാനിച്ചു വെച്ചാൽ നമ്മൾ സംഗതിയൊക്കെ മുങ്കറാത്താണ്. ഇതൊക്കെ ഇൻകാർ ചെയ്യണം, ഇതൊക്കെ നമുക്ക് വിമർശിക്കണം, അതിനെ തടയണം. അപ്പം വ്യാപകമായിട്ട് സർവാംഗീകൃതമായ ഇത്തരം തെറ്റുകളുണ്ടാവും. അല്ലെങ്കിലോ യൻഹലഫി ഖിറാഅത്തിഹി, ഖിറാഅത്തിൽ പേക്കുക. നാട്ടിലാർക്കും കാര്യമായിട്ട് ഓതാൻ അറിയില്ല. അപ്പോൾ എല്ലാവരും ഒരു തെറ്റിങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. അത് ശരിയാണെന്ന് എല്ലാവരും വിചാരിക്കും, ആർക്കും കുഴപ്പമുണ്ടാവില്ല. അങ്ങനത്തെ കുറേ ഓത്തുകാർ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവും. തജ്വീദിനെ കുറിച്ചൊന്നും അറിയില്ല, ഓത്ത് എനിക്ക് പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അവൻ്റെ ഓത്ത് എല്ലാവരും അംഗീകരിച്ച് ഇങ്ങനെ പോവും. ഇതൊക്കെ ഫൈനഹു യജിബു തംബീഹു ഫി അംസാലി ദാലിക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണർത്തൽ നിർബന്ധമാണ്. വഹുവ മിൻ അഫ്ളലിൽ ഖുർബാത്ത്, ഇത് ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും അഫ്ളലാണ്. വഹുവ ഔലാ മിനൽ ഇസ്തിഗാലി ബിൻ നവാഫിൽ, സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് ശോലാകുന്നതിനേക്കാൾ ഏറ്റവും നല്ലതും ഈ കാര്യമാണ്. ഇതിൻ്റെ ഗൗരവം ആലോചിക്കണം കേട്ടോ. ആളുകൾക്കിടയിൽ ഇങ്ങനെ നിർബാധം നടന്നുകൊണ്ടേയിരിക്കുന്ന തെറ്റുകൾ, നന്മ അത് തെറ്റാണെന്നുള്ള അറിവ് പോലും മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല. അത്തരം തെറ്റുകളെ നാം ഉണർത്തണം. ജനങ്ങളെ ഉണർത്തിയാൽ മതിയാവും. ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും. ഉണർത്തണം. അങ്ങനെ ഉണർത്തൽ ഏറ്റവും വലിയ ഇബാദത്താണ്. മറ്റ് സുന്നത്തായ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അനിവാര്യമായ അഫ്ളലായ കാര്യമാകുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കലും പറയലും ഒക്കെ. ഒമിന്ന അതിൽപ്പെട്ട വേറൊന്നാണ് തറാസുൽ മുഅദ്ദിന ഫി ആദാനിഹി, മനുഷ്യന്മാരിങ്ങനെ തുടരെ ബാങ്ക് കൊടുക്കുക. മുറാസലത്തായിട്ട് ഇങ്ങനെ നമ്മളൊക്കെ നാട്ടിൽ ഈ വിഷയം ഉണ്ടാവും, പരക്ക ബാങ്ക്. അവരുടെ അപ്പോൾ അതൊക്കെ പറയുന്നത് എന്തിനാ അതിനകത്രം ബാങ്കുകൾ. ഒരു നാട്ടിൽ ഒരു ബാങ്ക് പോലെ മനുഷ്യന്മാർക്ക് വിഷയങ്ങൾ അറിയാൻ. അപ്പോൾ ഒന്നായിട്ട് ഇങ്ങോട്ട് കലമ്പലൊട്ടി ബാങ്ക് കൊടുക്കുക. അപ്പോൾ തത്വീലുഹും, ബാങ്ക് നീട്ടുക. അപ്പോൾ മദ്ദുൽ കലിമാത്തി, കലിമത്തുകളെ വല്ലാതെ അധികമായിട്ട് നീട്ടുക. ബിഹൈസ് യഖ്റുജു അനിൽ ഹദ്ദി, പരിധി വിടുന്ന രീതിയിൽ ബാങ്കിനെ നീട്ടുക. ഇതൊക്കെ കുറേ പറയാനുള്ള കാര്യങ്ങളാണ്. അതൊക്കെ തെറ്റാണെന്ന് പോലും ആർക്കും മനസ്സിലാവില്ല. നമുക്കിപ്പോൾ ചിലപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഹറമിലെ ബാങ്ക് എന്ന് പറയുമ്പോൾ ഹറമിലെ ബാങ്കായ ഭയങ്കര ബാങ്ക്, അവർ 5 മിനിറ്റ് ഉണ്ടാവും. മനുഷ്യനെ സ്വൈര്യം തരാത്ത രീതിയിൽ 5 മിനിറ്റ് നീണ്ട ബാങ്ക്. അങ്ങനെ ഒരു ബാങ്കൊന്നും ദീനിലില്ല. ബാങ്ക് അങ്ങനെ അമിതമായി നീട്ടാനും പാടില്ല. ഇതിന് നീട്ടാൻ നമ്മൾ സാധാരണ മുമ്പ് തജ്വീദിലൊക്കെ മദ്രസന്നൊക്കെ പഠിച്ച ചെറിയ ഓർമ്മയൊക്കെ ഉണ്ടാവും. നീട്ടണതിനൊക്കെ കതിറുണ്ട്. ആ കതിറിനപ്പുറം ബാങ്കിലും നീട്ടാൻ പാടില്ല. അങ്ങനെ നീട്ടണ തെറ്റാണ്. അത് വിമർശിക്കണം, അത് ഉണർത്തി കൊടുക്കണം അങ്ങനെ ചെയ്യുന്ന ആളുകളെ. അതുപോലെ തക്സീറുള്ളതാനി മൊറത്തം ബാദ ഉഖ്റാഫി മസ്ജിദിൻ വാഹിദിൻ ബാദ സുബൈൻ്റെ ശേഷം ഒരു പള്ളി തന്നെ കുറേ വട്ടം ബാങ്ക് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഉറക്ക ബാങ്ക് കൊടുക്കാൻ പറ്റണം. ആൾക്കാരങ്ങനെ സുബൈക്ക് നിസ്കരിച്ചാൽ വന്നുകൊണ്ടിരിക്കുക, ഓരൊക്കെ ഉറക്കം ബാങ്കും കൊടുക്കുക. ആൾക്കാർ ഇതിലൊക്കെ കൺഫ്യൂഷൻ ആവില്ലേ. അതൊന്നും ഇപ്പോൾ നമ്മളായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല, ഒന്നും മുമ്പൂടെ നടന്നിട്ടുണ്ടാവും. അതേക്കാരം അങ്ങനെ ഇത് വരാൻ കാരണം ഇതിലാ ഫൈദത്തെ ഫിഹ, അതൊന്നും ഒരു കാര്യമില്ല. അതുപോലെ ലുബ്സു സൗബില്ലദി ഫിഹി സിയാദത്തു ബൈസിമിൻ, കൂടുതൽ പട്ടുള്ള വസ്ത്രം ധരിക്കുക. പട്ടിൻ്റെ അളവ് കൂടുതലായ വസ്ത്രം പട്ടും, പട്ടല്ലാത്തതും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ വസ്ത്രം പട്ടിൻ്റെ അളവ് കൂടുതലാണ്.
അത്തരം വസ്ത്രം ധരിക്കുക. ഇതൊക്കെ പൊതുവെ അത് പട്ടും അല്ലാത്തതുകൊണ്ടല്ലോ, പോട്ടെ, അവരുടെ അങ്ങനെ നോർമൻ്റായി പോകുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ ഇൻകാർ ചെയ്യണം, എതിർക്കണം, അത് തിരുത്തണം എന്നപ്പോൾ പറഞ്ഞ്. അതുപോലെയാണ് കലാമുൽ ഫുസാഖില്ലദീന യംസഹുന ബിൽ ബിദഅി, ബിദഅത്തിനെ കൂടിക്കലർത്തുന്ന ഫുസാഖിൻ്റെ സംസാരം, ഫാസിഖ്യങ്ങളുടെ സംസാരം. ആൾക്കാരുടെ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ തമാശക്കും മറ്റുമൊക്കെ പല ബിദഅത്തും അതും ഇതൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ ഈ സംസാരത്തിൽ അത്തരം കുറേ തമാശകൾ പറഞ്ഞ പോലെ ഉണ്ടാവും. ചിലപ്പോൾ കുഫറും ബിദഅത്തും ഒക്കെ തമാശ കൂടെ അങ്ങനെ പറയും. തെറ്റായ കാര്യങ്ങളാണ്, അതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്. അതുപോലെ അൽ ഹിലഖു യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച വട്ടം കൂടി ഇങ്ങനെ നിൽക്കുക. ലിയബിയൽ അദ്വിയത്ത, മരുന്ന് വിൽക്കാൻ, തഅബീദാത്തി, ഏലസുകളും കാര്യങ്ങളൊക്കെ വിൽക്കാൻ. എന്താണ് ആ പറഞ്ഞതെന്ന് വെച്ചാൽ ആളുകളെ ജുമാക്ക് മുടക്കണ കോലത്തിൽ ഓരോ പണിയെടുക്കുക. വെള്ളിയാഴ്ച രാവിലെ ആയാൽ അങ്ങാടിയിൽ എന്തോ ഒരു പുതിയ സാധനം കൊണ്ടുവന്ന് കച്ചവടം എടുത്ത് തുടങ്ങുക. എന്നിട്ട് പള്ളിക്കോണ മനുഷ്യന്മാരും മറ്റൊക്കെ ഹബ്ബനെ കണ്ടിട്ട് ഓനെടുത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആൾക്കാർ പള്ളിക്കോണ സമയം മുടങ്ങി, അല്ലെങ്കിൽ ഒരു നേരത്തെ പോണ സംഗതി മുടങ്ങി. ഇതൊക്കെ ഇപ്പോൾ ഇതുകൊണ്ട് വരുന്നതാണ്. ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. വെള്ളിയാഴ്ച അത്തരം കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത്. അപ്പോൾ അതിന് സാഹചര്യം ഒരുക്കുന്ന രീതികളും ഉണ്ടാക്കാതിരിക്കണം. അതാ പിന്നെ അൽ ഹിലഖു യൗമുൽ ജുമുഅത്തി ലിയബിയൽ അദ്വിയത വ തഅബീദാത്ത്, വെള്ളിയാഴ്ച വട്ടം കൂടി നിൽക്കുക, മരുന്ന് വിൽക്കാനോ വല്ല ഏലസ് വിൽക്കാനോ എന്തെങ്കിലും കാര്യത്തിന്. വയസ്തദില്ലു ബിമാ ദക്കർനാ അലാ അംസാലിഹ ഫലാ മത്മഅ ഫീ ഇഹ്സാഇഹ. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ വേറെയും പലതും ഉണ്ടാവും, അതൊക്കെ ഇവിടെ നീട്ടി പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ നിർത്തുകയാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കൊക്കെ ഇടയിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, പരിസരങ്ങളിലൊക്കെ ഇത്തരം കുറേ കാര്യങ്ങൾ നടക്കും. അത് തെറ്റാണ് ചെയ്യുന്നത്, പക്ഷേ തെറ്റാണെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല, തെറ്റാണെന്ന് അറിയില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഇൻകാർ ചെയ്യേണ്ടതുണ്ട്, അതിനൊക്കെ തിരുത്തപ്പെടേണ്ടതുണ്ട്. അത് അംറു ബിൽ മഅറൂഫിൻ്റെ ഭാഗമാണ് എന്നർത്ഥം. അടുത്തത് ഫസ്ലുൻ ഫി അംരി സലാത്വനി ബിൽ മഅറൂഫി വ നഹീഹി അനിൽ മുൻകരി. സുൽത്താൻമാരോട് കൽപ്പിക്കുക, ഭരണാധികാരികളോട് നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ കൊണ്ട് വിരോധിക്കുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നാണ് ഇനി പറയാൻ പോണത്. ഭരണാധികാരികളോട് കൽപ്പിക്കുക, എങ്ങനെയപ്പോൾ ഒക്കെ ചെയ്യുക? നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും ചെറിയ ഒരു വാർഡ് മെമ്പറാവുന്ന ഭരണാധികാരി ഉണ്ടാവും. അതിൻ്റെ മേപ്പെട്ട് പോയാലും ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി വരെയുള്ള ഭരണാധികാരികളുണ്ടാവും. അവരോടൊക്കെ പറയാം. അതിൻ്റെയൊക്കെ ഹുക്കം എന്താണെന്നാണ് പറയാൻ പോകണമെങ്കിൽ യഅലം, നീ മനസ്സിലാക്കുക, അന്നലിൽ ഇഹ്തിസാബി 4 ദറജാത്തിൽ, നന്മ കൽപ്പിക്കുന്നതിന് 4 ദറജ ഉണ്ട്. 4 രീതിയിലാണ് നന്മ കൽപ്പിക്കൽ. അതെങ്ങനെയാ വെച്ചാൽ, ഒന്ന് തഅരീഫ്, സുമ്മൽ വഅളു, സുമ്മ തഖ്ശീനു ഫിൽ ഖൗലി, സുമ്മൽ മൻഉ ബിൽ ഖഹരി. ഇങ്ങനെ 4 കാര്യങ്ങൾ. ഒന്ന് വിഷയം അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വിഷയത്തെ പറഞ്ഞു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഉപദേശിക്കുക. ഒന്ന് വിഷയം മാത്രം അറിയിച്ചാൽ മതി, ചെയ്യാൻ വേണ്ടി പറയണ്ട, കാര്യം പറയാം, ചെയ്യൂന്ന് പറയാതിരിക്കുക. പിന്നെ ഉപദേശിക്കുക. ഉപദേശം ഉണ്ടല്ലോ, ഒരു നല്ല കാര്യങ്ങളും മറ്റൊക്കെ കൂട്ടിയിട്ട് വഅള് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതാ ഉപദേശിക്കുക. പിന്നെ മറ്റൊന്ന് തഖ്ശീൻ, ഗൗരവം കൂട്ടി പറയാം. പിന്നെ നേരെ ആണില്ലെങ്കിൽ കുറച്ച് കടോര സ്വഭാവത്തിൽ കുറച്ച് കനം കൂട്ടി പറയേണ്ടി വരും, വാക്ക് കനപ്പിക്കുക. സുമ്മൽ മൻഉ ബിൽ ഖഹരി, പിന്നെ നേരെ പിടിച്ചട് നിർത്തുക. 4 കോലത്തിലുണ്ട് തടയൽ. അത് ആദ്യം തന്നെ പോയിട്ട് കൈകൊണ്ട് പിടിച്ചങ്ങോട്ട് നിർത്തരുത്. അപ്പോൾ നമ്മൾ ആദ്യം വിഷയം പറഞ്ഞു കൊടുക്കും, പിന്നെ ഒന്ന് ഉപദേശം നടത്തും, പിന്നെ കുറച്ച് ഗൗരവം കൂട്ടി പറയും, പിന്നെ നേരെ കൈകൊണ്ട് തടയും. ഇതാണ് എൻ്റെ ശൈലി. ഇവിടെ സുൽത്താന്മാരുടെ കാര്യത്തിൽ ചെയ്യരുത്. വലാ യുജൂസു ഫി ഹഖ് സലാത്വനി വൽ ഉമറാ, സുൽത്താന്മാരുടെയും അമീറന്മാരുടെയും കാര്യത്തിൽ ജായിസല്ല. ഇല്ല താരീഫ് വൽ വഅദു, താരീഫും വഅദും മാത്രമേ പറ്റുള്ളൂ. അവർക്ക് വിഷയം പരിചയപ്പെടുത്തി അറിയിച്ചു കൊടുക്കുക, ഉപദേശിച്ചു നോക്കുക, അതിലപ്പുറം ചെയ്യരുത്. അവരോട് കടോര സ്വഭാവത്തെ സംസാരിച്ചാൽ കൈകൊണ്ട് തടയാൻ പോയപ്പം ബാക്കി ഉണ്ടാവുമോ? അവരുടെ കയ്യിൽ ഫോഴ്സ് ഉണ്ടാവില്ലേ? ഭരണാധികാരികളല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത്ര വലിയ വലിയ ആൾക്കാരോട് പറയുമ്പം വിഷയം പരിചയപ്പെടുത്തി കൊടുക്കുക, പറ്റുമെങ്കിൽ ഒരു ഉപദേശം കൊടുക്കുക, ഇതിലപ്പുറം ചെയ്യരുത്. അഥവാ അമ്മ തഖ്ശീർ വൽ മന്നു ഖഹറൻ, ഗൗരവത്തിൽ സംസാരിക്കലും നേരെ പോയി തടയലുമൊക്കെ, ഫദാലിക യുഹരിക്കു ഫിത്നത്തൻ, അത് ഫിത്ന ഉണ്ടാക്കി തീർക്കും. യൂരിസു ഉമൂറൻ ഹിയ അഫ്ഹഷ മിമ്മാ ഹും മുലാബിസുഹു, അത് വേറെ പല കാര്യങ്ങളും ഉണ്ടാക്കി തീർക്കും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ മോശമായ പലതും ഉണ്ടായിത്തീരും. ഇപ്പോൾ ഇവിടെ ഉള്ളത് ആ ഭരണാധികാരി എന്തോ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഭരണാധികാരിക്കാട് ദേഷ്യം പിടിച്ച് ആകെ കുട്ടിച്ചോറാക്കും. അതിപ്പോൾ ഉള്ളതിനേക്കാളും വലിയ ഫസാദിലേക്ക് നീങ്ങും. അതുകൊണ്ട് ഭരണാധികാരികളോട് അത്ര അമീറന്മാരോടൊക്കെ സംസാരിക്കുമ്പം, നന്മ കൽപ്പിക്കുമ്പം നന്മ പറയുക, അവർക്ക് വഅദ് പറഞ്ഞു കൊടുക്കുക. ഇത്തരം കാര്യത്തിൽ അപ്പുറം ചെയ്യരുത്. എന്നാൽ ഞാൻ പക്ഷേ ഇൻകാന യാലമു, ഇവനെ അറിയുമെങ്കിൽ, അന്നൽ മുഖാശനത്തെ തുഫീദ്, ഓനോട് ഗൗരവത്തിൽ പറഞ്ഞാൽ കാര്യം ഉണ്ടാവും എന്ന് ഇവനെ അറിയെങ്കിൽ, ആ ഭരണാധികാരിയെക്കുറിച്ച് ഇവനെ അറിയാം. കുറച്ച് കനം കൂട്ടി പറഞ്ഞാൽ എല്ലാവർക്കും പറ്റില്ല, ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും.
ഭരണാധികാരിയാണെങ്കിലും ചിലവർ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുണ്ടാവും, കനം കൂട്ടി പറഞ്ഞാൽ അവരനുസരിക്കും. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടി വരും. പിന്നെ മുഖാശനത്തോണ്ട് കാര്യം ഉണ്ടാവും. വലാത്തൊരു അമ്രം മഹദൂറൻ അടോ, പേടിക്കപ്പെടുന്ന ഒന്നും സംഭവിക്കൂല പറഞ്ഞാൽ കാര്യം ഉണ്ടാവും എന്നുറപ്പുണ്ടെങ്കിൽ ഫലാബസബി, അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ പറയാം. ഇനി വേറൊരു ശൈലിയുണ്ട്. ഒമിൻഹും, ആളുകളെ കൂട്ടത്തിലുണ്ടാവും മല്ല മെക്തരിസ് ബിദാലിക്ക്, ഇതൊന്നും മൈൻഡ് ചെയ്യാത്തവരുണ്ടാവും. എത്ത് ഭരണാധികാരി ഓനോട് പറയാനുള്ളത് മുഖത്തൊക്കെ അങ്ങോട്ട് പറയും, നല്ല ഗൗരവത്തിൽ പറയും, കൈകൊണ്ട് കൈകാര്യം ചെയ്യും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അയാളെ മരണത്തിന് വരെ കാരണമായി തീരും ചിലപ്പോൾ വിഷയം. അങ്ങനെ ചെയ്യണവരുണ്ടാവും. അത് നമുക്ക് തെറ്റെന്നൊന്നും പറഞ്ഞുകൂടാ, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് മാത്രം. അഥവാ എതില്ലോ അല്ലാതെ അതിന് തെളിവാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഖൈറു ശുഹദായി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ആണ്. നബി തങ്ങൾ പറയാണ്, ശുഹദാക്കളെ കൂട്ടത്തിലെ ഏറ്റവും ഖൈറായ ആൾ നബി തങ്ങളുടെ ഇളാപ്പയായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബാണ്. പിന്നെ പറയാണ് സുമ്മ റജുലുൻ, പിന്നെ ഒരാളാണ് ഖാമ ഇല ഇമാമിൻ, ഒരു ഭരണാധികാരിൻ്റെ അടുക്കൽ പോയി നിന്നു. ഫ അമറഹു വനഹാഹു, അവനോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തു. ഫിദാത്തില്ലാഹി അസ്സ വജല്ല, അള്ളാഹിൻ്റെ കാര്യത്തിൽ. ഫഖത്തലഹു, അപ്പോൾ ആ ഭരണാധികാരി അയാളെ കൊന്നു. അലാദാലിക്ക, അതിൻ്റെ പേരിൽ. ആ ഷഹീദ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ നേരാടിയിലെ സ്ഥാനമുള്ള ആളാണ്. ചില്ലറ കാര്യമാണ് ഈ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ നിയമം എന്താ, ഭരണാധികാരിയോട് വഅളും താരീഫും മാത്രം മതി, അപ്പുറം വേണ്ട. അപ്പുറം നിർബന്ധമല്ല എന്നർത്ഥം. അതൊക്കെ ആ ജീവൻ അപകടപ്പെടുന്ന കാര്യങ്ങളാണ്. ഒരുത്തപ്പം അതൊന്നും നോക്കില്ല, ബേരിനോടുത്ത് വെച്ച് കാണാ ചോന്നക്കാട് ചെയ്ത്, അതിന് തെറ്റൊന്നുമില്ല. കാരണം അങ്ങനെ ചെയ്യുന്ന ആർക്കും ഷഹീദാണ് അയാൾ. ആ ഷഹീദ് എവിടെ കിടക്കണു? ഹംസ റളിയല്ലാഹുവിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണെന്ന് അപ്പോൾ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ വിധങ്ങൾ പറഞ്ഞു, അഫ്ളലു ജിഹാദിൻ കലിമത്തുൽ ഹഖ് ഇൻദ സുൽത്താനിൻ ജാഹിരിൻ, ജിഹാദിൽ വെച്ച് ഏറ്റവും അഫ്ളലായ ജിഹാദ് അക്രമിയായ ഭരണാധികാരിൻ്റെ മുമ്പിൽ ഹക്കിൻ്റെ വർത്തമാനം പറയല. ഒരു പരാക്രമിയായ അതിക്രമകാരിയായ ഭരണാധികാരി, ആ ഭരണാധികാരിൻ്റെ മുമ്പിൽ സത്യം തുറന്നു പറയുക എന്നതാണ് ഏറ്റവും വലിയ ജിഹാദ്. കുറച്ച് പണിയുണ്ടാവും അതിന്. ഇന്ന സാഹിബ് ദാലിക ഇൻ ഖുതില, ആ പറയുന്നയാൾ കൊല്ലപ്പെടുകയാണെങ്കിൽ ഫഹുവ ഷഹീദ്, ഇതിനെ വിധങ്ങൾ പറയാണ്, അയാൾ ഷഹീദാണ്. അപ്പോൾ അവിടെ ഒരു വിഷയമുണ്ട്. ഭരണാധികാരിൻ്റെ അടുത്തോട്ട് മുഖത്ത് നോക്കി പറഞ്ഞ അയാൾ കൊല്ലുന്ന അറിയണ ഒരാൾ അങ്ങനെ പറഞ്ഞത് നിർബന്ധമൊന്നുമില്ല. ശറീൻ്റെ നിയമം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ വ്യക്തമായിട്ട് പറഞ്ഞവനോട് കൊല്ലപ്പെട്ടു, തെറ്റൊന്നും നമുക്ക് പറയാനില്ല. അതിനെക്കുറിച്ച് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. ശുഹദാവിൻ്റെ കൂട്ടത്തിൽ പെടുന്നവർ തന്നെയാണ് ഇങ്ങനെ. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് 120-ാം പേജ് കഴിഞ്ഞു. ഇനി 121-ാം പേജിലേക്കാണ് വരാനുള്ളത്. നമുക്കിനി അടുത്ത ക്ലാസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.